ഹലോ, ഇന്നത്തേത് ഒരു മോർണിംഗ് വ്ളോഗാണ്. വളരെ ലേറ്റായി എഴുന്നേൽക്കാൻ. അലാം അടിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കണ്ണടച്ച് കിടക്കാമെന്ന് വിചാരിച്ച് കിടന്ന് ലേറ്റായിപ്പോയി. കണ്ണ് തുറന്നപ്പോഴത്തേക്കും 6 മണിയായി. 7:15 ആകുമ്പോഴത്തേക്ക് മോളെ സ്കൂളിലേക്ക് റെഡിയാക്കി വിടണം. അതുപോലെ തന്നെ ഏട്ടനും ഓഫീസിലേക്ക് പോകണം. നേരത്തെയൊക്കെ 1/4 മണിക്കൂർ കൊണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. വളരെ പെട്ടെന്ന്. ഇപ്പോൾ എന്തോ ഒരു എനർജി കുറവ് പോലെ. പ്രായമാവുന്നതിൻ്റെ ആണോ അതോ ഉറക്കമൊക്കെ കുറഞ്ഞ് ബോഡിയൊക്കെ ടയേർഡായിട്ടിരിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. വളരെ സ്ലോ ആയിട്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വന്ന് മുടിയൊക്കെ ചീകി ഒതുക്കി വെക്കണം. ഇപ്പോൾ ഫുള്ള് മുടി കൊഴിഞ്ഞു പോവുകയാണ്. കുഞ്ഞിനിപ്പം 9 മാസം ആയല്ലോ, അപ്പോൾ അതിൻ്റേതായിരിക്കാം. ലേറ്റ് ആയതുകൊണ്ട് ലെമൺ റൈസും ഫ്രഞ്ച് ഫ്രൈസും തൈരും ഒക്കെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ആദ്യം തന്നെ അരി അടുപ്പയിൽ ഇട്ടിട്ടുണ്ട്. ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് ഉഴുന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ തലേ ദിവസം ഉഴുന്ന് കഴുകി തോരാനായിട്ട് വെച്ചിട്ടുള്ളതാണ്, ഇഡലിപ്പൊടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതും അവിടെ റെഡി ആവുന്നുണ്ട് സൈഡിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാവിൽ ഉപ്പിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് അരിഞ്ഞ് വെച്ചിരുന്ന പൊട്ടാറ്റോ എടുത്ത് വെളിയിൽ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട്, ആ ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഇഡലിത്തട്ടിലേക്ക് മാവെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏത് സ്റ്റൗ ഫ്രീ ആവുന്നോ അത് അപ്പോഴത്തേക്കും അതിലേക്ക് മാറ്റി വെക്കാനായിട്ട്. അപ്പം ജസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസിനുള്ള കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അരി അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരല്പം വേവുള്ള അരി ആയതുകൊണ്ട് കുറച്ച് ടൈം കൂടെ എടുത്തു. പിന്നെ ലെമൺ റൈസിന് വേണ്ടിയിട്ടും ഉള്ള സവാള അവിടെ കട്ട് ചെയ്താണ്. ഇന്നെൻ്റെ അടുക്കള മൊത്തം മെസ്സിയാണ് കേട്ടോ. ഒരു ദിവസത്തെ മടി വളരെ വളരെ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്ന ഇതാണ്. ഒരു ദിവസവും രാത്രിയിലൊന്ന് പാത്രം കഴുകാനായിട്ടൊക്കെ ഒന്ന് മടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടി പണിയാണ്. അതുപോലെ തന്നെയാണ് പണ്ട് വീട്ടിൽ കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീട് വൃത്തിയാക്കി ഇടുമല്ലോ. ഒരു ദിവസം ഒരിച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിരിക്കും. അമ്മയോ ഞാനോ ആരെങ്കിലും ആയിരിക്കും വീട് വൃത്തിയാക്കിയിട്ടിരുന്നത്. അപ്പോൾ ആ ദിവസം ഞാൻ കോളേജിൽ പോകുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആരെങ്കിലും ഇതുപോലെ അമ്മ ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ അന്ന് മസ്റ്റായിട്ടും എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കി ഇടുമായിരിക്കും, പക്ഷെ ഒരു ദിവസത്തെ മടിയല്ല, എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ഒരു ഗസ്റ്റ് വരും. പക്ഷേ അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഒരിതാവും, അയ്യോ വീട് വൃത്തിയല്ലല്ലോ. പക്ഷേ വീടിന് കുഴപ്പമൊന്നും കാണത്തില്ല, വലിച്ചു വാരിയൊന്നും ഇട്ടേക്കുമായിരിക്കത്തില്ല. പക്ഷേ നമുക്കൊരു അസംതൃപ്തി വരുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ നെല്ലിക്കായും കറിവേപ്പിലയും കൂടെ അടിച്ചെടുക്കാൻ പോവാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഏട്ടന് മെഡിക്കലുണ്ട്. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയോ കുറവ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതുകൊണ്ടൊക്കെ അതൊക്കെ ശരിയാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഒരു 2 ആഴ്ച കൊണ്ട് ഇത് കണ്ടിന്യൂസ് കുടിക്കുന്നുണ്ട്. റിസൾട്ട് വന്നിട്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഇത് കുടിച്ചതെന്ന് കേട്ടോ. അപ്പോൾ എന്നും രാവിലെ വെറും വയറ്റിൽ നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ അടിച്ച് ഒരു ജ്യൂസ് പോലെ ആക്കി ഏട്ടനവിടെ ഞാൻ വെക്കാറുണ്ട്. എഴുന്നേറ്റ് വന്നിട്ട് അത് കുടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നടക്കുന്ന എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് ക്യാമറ അവിടെ ഫിക്സ് ആക്കി വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗിൾ മാറ്റി വെക്കുന്നു എന്നല്ലാതെ എല്ലാം നമുക്കങ്ങനെ ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ തന്നെ ഉള്ള ധൃതിയാണ്. അപ്പം ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കും. ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഉള്ളിയും ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് കടുക് വറുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ നാരങ്ങാനീരും കൂടെ ഒഴിച്ച് ഈ ചോറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം ലാസ്റ്റ് ചെയ്തിരിക്കും. അതേസമയം ഉള്ളിയൊക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും. ഇതിപ്പം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എടുക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് കടുക് എടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ലേറ്റ് ആവുന്ന സമയത്ത് ഇതുപോലത്തെ ഉടായിപ്പ് പരിപാടികളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഇതാകുമ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ലഞ്ച് റെഡിയായിട്ട് കിട്ടും. ഇനി ഇത് ലഞ്ച് ബോക്സിലേക്കൊന്ന് ആറാൻ വേണ്ടി വെക്കുകയാണ്. ആറിയ ശേഷമാണ് ഞാൻ അടച്ചു വെക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് വെള്ളം ഒലിച്ചിങ്ങനെ ഇരിക്കുന്നതിൻ്റെ കൂട്ട് തോന്നും. അതുകൊണ്ട് ചൂട് സാധനം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മൂടി അടച്ചു വെക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യാനൊന്നും ഇതിനകത്തിൽ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല. ജസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസും ഇതും മാത്രമേ ഉള്ളൂ. പിന്നെ തൈര് ഞാൻ സെപ്പറേറ്റ് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇഡ്ഡലി അവിടെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇഡ്ഡലിക്ക് ഇനി പ്രത്യേകിച്ച് ചമ്മന്തി അരയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഈ പൊടി ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ഏട്ടന് പൊടി ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഫ്രൈഡ് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇത് വളരെ പെട്ടെന്ന് ചെയ്തത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ടൈം ഒത്തിരി പോയി. പെട്ടെന്ന് കടുക് വറുത്തിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് ഇഡ്ഡലി മുറിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇഡ്ഡലിയൊക്കെ നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഞാൻ പെട്ടെന്ന്, എനിക്ക് സമയമില്ലായിരുന്നു, പെട്ടെന്ന് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഡ്രസ്സും അയൺ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസത്തെ മടി ഒത്തിരി വില കൊടുക്കേണ്ടി വരും. പിന്നെ അവളെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അവൾക്കാണെങ്കിൽ രാവിലെ പോകാൻ നേരത്തൊക്കെ ഭയങ്കര ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ചൊറിയും അതൊക്കെ ചെയ്യും. ഒന്ന് സെറ്റായി ഒരുങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. സ്കൂളിൽ പോവാതിരിക്കുന്നതൊക്കെ ഇഷ്ടമല്ല, എല്ലാ ദിവസവും പോകണം. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് പോകുന്നവരെ ചൊറിച്ചിലും സോക്സൊക്കെ ഇടുന്നത് ഭയങ്കര അലർജിയാണ് അവൾക്ക്. പക്ഷേ ഇട്ട് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതിന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനെ രാവിലത്തെ ധൃതി അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഇടയ്ക്ക് കുഞ്ഞു എഴുന്നേറ്റ് വരും. എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ഇച്ചിരി പാടാണ് ഇപ്പം. പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും സമയം ഇങ്ങനെ ഒരുപോലെ ആയതുകൊണ്ട് ഏട്ട അവളെ കൊണ്ടുവിട്ടോളൂ, തിരിച്ച് വിളിക്കാൻ ഞാൻ പോയാൽ മതി. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. പോകുമ്പോൾ നല്ല വിഷമമാണ് അവൾക്കും എനിക്കും കുഞ്ഞിനൊക്കെ വിഷമം. ഇപ്പോൾ അവൾ പോയതിനാണ് അവന് കരയുന്നത്. ഇനി അവൻ കുറച്ച് നേരം എൻ്റെ കയ്യിലിരിക്കും, ഫുഡൊക്കെ കഴിക്കും, ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഇങ്ങനെയാണ് അവന്. ചേച്ചി പോയതിന് കരയുക. അപ്പോൾ ഞാൻ അവനെ ഒന്ന് സെറ്റാക്കാനും ഞങ്ങളുടെ ബാൽക്കണിയിലോട്ടൊന്ന് പോയി നിൽക്കുകയാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ബാൽക്കണി. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അപ്പുറത്തെ ബിൽഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് അവനോട് ഇച്ചിരി നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവനെ കിടത്തി ഉറക്കും. പിന്നെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് കുളിയും ഫുഡ് കഴിപ്പും ഒക്കെ കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ. വളരെ ബിസി ആയിപ്പോയി, ലേറ്റ് ആയിപ്പോയി. ഇനി അടുക്കളയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. എല്ലാം മെസ്സിയായിട്ട് കിടക്കുക. ഈ മെസ്സി അടുക്കളയിൽ രാവിലെ തുടങ്ങുമ്പോഴേ നമ്മുടെ പകുതി ഇത് പോവും. കണ്ടോ, ഇത് ഇത്രയും മെസ്സിയായിട്ട് കിടക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് രാവിലെ ഇരുന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അപ്പോൾ ഒന്ന് ലേറ്റായി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയവേ വേണ്ട. പിന്നെ അതൊക്കെ പെട്ടെന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഞാനും ഫുഡ് കഴിച്ചു. ഇത്രയേ ഉള്ളൂ.